കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസിനും എസ്എഫ്ഐക്കും ഇരട്ട നീതിയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രിമാരെ ഉപയോഗിച്ച് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും സജി ചെറിയാൻ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ അധിക്ഷേപം തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഭരണഘടനാ പദവിയിലിരുന്ന് അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയാനോട് രാജിവെച്ച് പുറത്തുപോകാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടേണ്ടതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലാണ് പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. മുഖ്യമന്ത്രി ശാസിക്കണ്ടേ? മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ഒന്നാമത്തെ ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന് മന്ത്രിസ്ഥാനം പോയ ആളാണ്. വേറെയും മോശമായിട്ട് സംസാരിച്ചു. കേരളത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ പറയുക, ഇനി ഒരുത്തരും കേരളത്തിൽ കൃഷി ചെയ്യേണ്ട, നീയൊന്നും കൃഷി ചെയ്തില്ലെങ്കിൽ സാരമില്ല, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരും എന്ന് പറയുന്ന ഒരു മന്ത്രി പൊങ്കവനെ ഇവർ ചുമക്കുമല്ലേ? ഇത് വീണ്ടും അയാൾ പറയല്ലേ? ഇത് മനഃപൂർവ്വം പിണറായി വിജയൻ ഈ എം മണിയെ സജി ചെറിയാനൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കുക. പണ്ട് കാലത്ത് നാട്ടുംപുറങ്ങളിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് പ്രമാണിമാരെ ആളുകൾക്ക് കള്ളു കൊടുത്തിട്ട് വിടും. എന്നിട്ട് അവൻ ചെന്ന് വൈകുന്നേരം ആകുമ്പോൾ ചീത്ത വിളിക്കും മറ്റേ ആളുടെ മുമ്പിൽ വെച്ച്. ഇയാൾക്ക് ഭയങ്കര അപമാനമോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്ക്. അതിൻ്റെ ഒരു പുതിയ ഫോർമാറ്റാണ് പിണറായി വിജയൻ ഈ സജി ചെറിയാനെയും എം മണിയൊക്കെ പറഞ്ഞുവിട്ട് ആളുകളെ ആക്ഷേപിക്കുന്നത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിഷേധിക്കാൻ പാടില്ലെന്ന പുതിയ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരും പ്രതിഷേധിക്കാൻ പാടില്ലെന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2024 ജനുവരി 1-ാം തീയതി എടുത്ത 2 FIR, രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം. യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തതും ഒരേ കുറ്റം, SFIക്കാർ ചെയ്തത് ഒരേ കുറ്റം. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ്, SFIക്കാർക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ്. SFIക്കാരുടെ വകുപ്പുകൾ 143, 147, 149 IPC. യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായി എറണാകുളത്തെടുത്ത കേസ് 143, 147, 353. അമൃത ന്യൂസ്, കൊച്ചി.